നമ്മളിൽ പലരും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന രീതി തെറ്റാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കേണ്ടത്? എൻ്റെ കയ്യിൽ 2 വാളുണ്ട്. ആ 2 വാളുകളും നിങ്ങൾ 2 പേർക്ക് ഞാൻ തരികയാണ്. ഒരാൾക്ക് നന്നായിട്ട് വാൾ ഉപയോഗിക്കാൻ അറിയാം, നന്നായിട്ട് വാൾ വീശാൻ അറിയാം. രണ്ടാമത്തെ ആൾക്ക് വാൾ വീശാനൊന്നും അറിയില്ല. ഒന്നാമത്തെ ആളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും പ്രതിസന്ധി വരുന്ന സമയത്ത് ആൾ വളരെ ആത്മവിശ്വാസത്തോടെ ഈ വാളെടുത്ത് വീശുന്നതാണ്, പ്രതിസന്ധികളെല്ലാം മറികടന്ന് മുന്നോട്ട് പോകുന്നതാണ്. എന്നാൽ രണ്ടാമത്തെ ആളെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് വാൾ ശരിക്കും ഉപയോഗിക്കാൻ അറിയില്ല. അങ്ങനെയുള്ള ഒരാൾ എന്തെങ്കിലും പ്രതിസന്ധി വരുന്ന സമയത്ത് ഈ വാൾ ഉപയോഗിക്കാനൊന്ന് നോക്കും. എന്നാൽ ഓരോ തവണ വാൾ വീശുമ്പോഴും ആൾക്ക് തന്നെ മുറിവേൽക്കും. പ്രതിസന്ധി വന്നുകൊണ്ടേയിരിക്കുന്ന സമയത്ത് ഈ 2 പേരും വാൾ വീശിക്കൊണ്ടേയിരിക്കുകയാണ്. നന്നായിട്ട് വാൾ വീശാൻ അറിയുന്ന ആൾ വിജയിച്ച് മുന്നോട്ട് പോകുന്നു. അതേസമയം വാൾ വീശാൻ അറിയാത്ത ആൾ സ്വയം മുറിവേറ്റ് മരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പ്രതിസന്ധികൾ കൂടുന്ന സമയത്ത് വാളിൻ്റെ മുറിവേറ്റ് രണ്ടാമത്തെ ആൾ മരണപ്പെടുന്നതാണ്, ആദ്യത്തെ ആൾ വിജയിക്കുന്നതാണ്. വളരെ ലഘുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രെഡിറ്റ് കാർഡുകളെയും വാളുകളായിട്ട് ഉപമിക്കാം. നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയുന്ന ഒരുത്തൻ്റെ കയ്യിലാണ് ഈ ക്രെഡിറ്റ് കാർഡ് ഉള്ളതെങ്കിൽ അവൻ നല്ല രീതിയിൽ അതിനെ ഉപയോഗിക്കുകയും ചെയ്യും. എന്നാൽ ഉപയോഗിക്കാൻ അറിയാത്തവൻ്റെ കയ്യിലാണ് ക്രെഡിറ്റ് കാർഡ് ഉള്ളതെങ്കിൽ അവൻ അതുമൂലം തന്നെ നശിച്ചു പോകുന്നതുമാണ്. നമസ്കാരം, എൻ്റെ പേര് അനുരാഗ്. ക്രെഡിറ്റ് കാർഡ് സീരീസിലെ 2ാമത്തെ വീഡിയോ ആണ്. ക്രെഡിറ്റ് കാർഡ് എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കാമെന്നതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ക്രെഡിറ്റ് കാർഡ് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ അറിയാത്തത് കൊണ്ട് പണിയിൽ ചെന്ന് ചാടിയ നിരവധി പേരെ നിങ്ങൾക്ക് അറിയാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ ഒരാൾക്കും ഒരു പ്രശ്നവും ഇനി സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. കടം തിരിച്ചടയ്ക്കാനുള്ള കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ ബാങ്കുകളോ ക്രെഡിറ്റ് യൂണിയനുകളോ ഉപഭോക്താവിന് നൽകുന്ന പേയ്മെൻറ്റ് കാർഡുകളാണ് ക്രെഡിറ്റ് കാർഡുകൾ. ക്രെഡിറ്റ് കാർഡ് കയ്യിലുള്ളതുകൊണ്ട് പ്രധാനമായിട്ടൊരു ഗുണവും ഒരു ദോഷവും എന്ന് പറയുന്നത് എപ്പോഴും ക്രെഡിറ്റ് ലിമിറ്റിൽ പണം അവൈലബിൾ ആണ് എന്നതാണ്. അതായത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പണം നമ്മുടെ കയ്യിലുണ്ടാവും, കാരണം ക്രെഡിറ്റ് കാർഡ് കയ്യിലുണ്ടല്ലോ. പണം അത്യാവശ്യമായിരിക്കുന്ന സമയത്ത് മറ്റാരോടും കടം വാങ്ങാതെ നമ്മുടെ തന്നെ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നമുക്ക് പർച്ചേസ് ചെയ്യാനും സേവനങ്ങളെല്ലാം ഉപയോഗിക്കാനും ഒക്കെ പറ്റുന്നതാണ്. അതൊരു നല്ല കാര്യമാണ്, കാരണം കൃത്യസമയത്ത് പണം തിരിച്ചടയ്ക്കുകയാണെങ്കിൽ എക്സ്ട്രാ ചാർജസും ഒന്നും വരുന്നതല്ല. എന്നാൽ ഈ പണം ലഭ്യമാണ് എന്നത് തന്നെ ഇതിൻ്റെ വലിയൊരു പോരായ്മയാണ്. ഉദാഹരണത്തിന് നമ്മുടെ ഫോണൊന്ന് നിലത്ത് വീണ് പൊട്ടുകയാണ്, നമുക്കതൊന്ന് റബ്ബർ ബാൻഡ് ഇട്ട് ഉപയോഗിക്കാൻ പറ്റും. കുറച്ച് കാലം കൂടെ ഒക്കെ കഴിഞ്ഞിട്ട് മാറ്റിയാൽ മതി. അല്ലെങ്കിൽ ഒരു വീണ് പൊട്ടി മണ്ണാച്ചമ്പല പോലെ അതിൻ്റെ സ്ക്രീനായിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ മണ്ണാച്ചമ്പല എന്നാണ് പറയുക, 8 കാലി വല എന്നൊക്കെ പറയും. അതുപോലെ ആയിട്ടുണ്ടാവും ഒരു പക്ഷേ സ്ക്രീന്. എന്നാൽ നമ്മുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഉള്ളത് കൊണ്ട് അതൊന്നും മാറ്റിയേക്കാമെന്ന് ചിന്തിച്ച് ഉടൻ തന്നെ മാറ്റുന്ന ആളുകളുണ്ട്. പണം എപ്പോഴും അവൈലബിൾ ആയാൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്നാൽ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യം ആക്ട് ലൈക്ക് ബ്രോക്കൺ എന്നതാണ്. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും നമ്മൾ അങ്ങനെ അഹങ്കരിച്ച് ജീവിക്കാൻ പാടില്ല. ഒന്ന് മിതപ്പെടുത്താൻ പറ്റുന്ന സമയത്തെല്ലാം മിതപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് അത് നല്ല ഗുണം തന്നെയായിരിക്കും. അതായത് പറഞ്ഞത് മറ്റൊന്നുമല്ല, ക്രെഡിറ്റ് കാർഡ് ഉണ്ടെന്ന് കരുതി അനാവശ്യമായി ചിലവുകൾ കൂട്ടാതിരിക്കുക. അത്യാവശ്യം വരുന്ന കാര്യങ്ങൾക്ക് മാത്രം ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ക്രെഡിറ്റ് ലിമിറ്റ്. നമ്മുടെ കയ്യിൽ ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടെന്ന് കരുതി നമുക്ക് എല്ലാ സാധനവും അത് ഉപയോഗിച്ച് മേടിക്കാൻ പറ്റില്ല. നമ്മുടെ കടം തിരിച്ചടയ്ക്കാനുള്ള കഴിവിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് കാർഡ് ഇഷ്യൂ ചെയ്യുന്ന യൂണിയനുകളോ ബാങ്കുകളോ ഒക്കെ ഒരു ലിമിറ്റ് നിശ്ചയിച്ചിട്ടുണ്ടാവും. അതാണ് ക്രെഡിറ്റ് ലിമിറ്റ്. അതിനുള്ളിൽ നിന്ന് മാത്രമേ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുള്ളൂ. എന്നാൽ ഈ ക്രെഡിറ്റ് ലിമിറ്റ് 10,000 ഉണ്ടാവും, 20,000 ഉണ്ടാവും, 1 ലക്ഷം ഉണ്ടാവും, 3 ലക്ഷം ഉണ്ടാവും, 5 ലക്ഷം ഒക്കെ ഉണ്ടാവും. ഇതിൻ്റെ അർത്ഥം ഓരോ മാസവും ഈ ലിമിറ്റ് നമ്മൾ പൂർണ്ണമായിട്ടും ഉപയോഗിച്ച് തീർക്കണം എന്നതല്ല. പണം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് ഇരിക്കുമ്പോൾ അത് ഉപയോഗിച്ച് തീർക്കാതിരിക്കാൻ ചിലർക്ക് തോന്നില്ല. എപ്പോഴും പണം ഉപയോഗിച്ച് തീർക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. എന്നാൽ എപ്പോഴും ക്രെഡിറ്റ് ലിമിറ്റുകൾ പൂർണ്ണമായിട്ടൊക്കെ ഉപയോഗിച്ച് തീർക്കുന്നത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ സാരമായിട്ട് തന്നെ ബാധിക്കുന്നതാണ്. എന്നാൽ ചില ആളുകൾ പൂർണ്ണമായിട്ടും ഉപയോഗിച്ച് തീർത്ത് ബാങ്കുകൾ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ബില്ലടച്ചു തീർക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ ഒരു രീതിയിലും ഇത് ബാധിക്കാതിരിക്കണമെങ്കിൽ 1 ലക്ഷം ലിമിറ്റ് ആണെങ്കിൽ 30,000 രൂപ മാത്രമേ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ചിലവഴിക്കാൻ പാടുള്ളൂ. അതായത് 30% താഴെ ആയിരിക്കണം നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഉപയോഗം ഉണ്ടായിരിക്കേണ്ടത്. ഈ 30% എന്ന് പറയുന്ന സമയത്ത് വളരെ കുറവല്ലേ എന്ന് ആളുകൾക്ക് തോന്നിയേക്കാം. പക്ഷേ 1 ലക്ഷം ലിമിറ്റ് ഉള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് ആ 1 ലക്ഷം ലിമിറ്റ് അനുവദിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 30,000 എന്ന് പറയുന്നത് അത്ര കുറവൊന്നും ആയിരിക്കില്ല. 10,000 രൂപ ലിമിറ്റുള്ള ആളാണെങ്കിൽ ആളുടെ തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി എത്രത്തോളമേ ഉള്ളൂ. അതുകൊണ്ട് 3,000 രൂപ മാത്രമേ അദ്ദേഹത്തിന് ഓരോ സൈക്കിളിലും ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. ചില സമയങ്ങളിൽ നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് കഴിഞ്ഞ് ഓവർ ലിമിറ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഉദാഹരണത്തിന് 1 ലക്ഷം രൂപയാണ് ലിമിറ്റെങ്കിൽ അതിൻ്റെ പുറത്തേക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ അതിന് എക്സ്ട്രാ ചാർജും പലിശയൊക്കെ ഉണ്ടാവും.
ചില ആളുകൾ പലിശയുടെ ശതമാനമൊക്കെ നോക്കിയിട്ട് വളരെ കുറവാണെന്ന് തോന്നും. പക്ഷേ അതിനെ 12 കൊണ്ടൊന്ന് ഗുണിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം മാസത്തിലൊക്കെ ആയിരിക്കും ഈ പലിശ പറയുന്നത്. അപ്പോൾ സാമാന്യം നമ്മുടെ ബാങ്കുകളിൽ നിന്ന് കിട്ടുന്നതിൻ്റെ എല്ലാം ഇരട്ടി പലിശ എല്ലാം കൊടുത്ത് അത്തരത്തിൽ ഓവർ ലിമിറ്റിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന ടൂളിനെ ഒരു വാളായി കണ്ടാൽ സ്വയം മുറിവേൽപ്പിക്കുന്നതിന് തുല്യം തന്നെയാണ്. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഡ്യൂ പേയ്മെൻ്റ് ആണ്. അതായത് നമുക്ക് ബില്ല് വരുമല്ലോ, ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് അടയ്ക്കണം. എന്നാൽ മിനിമം ഡ്യൂ പേയ്മെൻറ്റ് അടച്ച് ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ലിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു അവസരമുണ്ട്. ഉദാഹരണത്തിന് 20,000 രൂപ ബില്ലാണെങ്കിൽ നിങ്ങൾ 2,000 രൂപ അടച്ചാൽ മതി, ബാക്കി സാവകാശം അടച്ച് തീർത്താൽ മതി എന്നുള്ള വ്യവസ്ഥകളെല്ലാം ഉണ്ട്. പക്ഷേ ഈ ബാക്കി വെക്കുന്ന പണം ഉണ്ടല്ലോ, അതിന് നല്ല രീതിയിൽ തന്നെ പലിശ ഉണ്ടാകുന്നതാണ്. 2% ഒക്കെ ആയിരിക്കും പല സമയത്തും പറയുക. എന്നാൽ ഈ 2നെ 12 കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് 24% ഒക്കെ പലിശയായിട്ട് കാണാറുണ്ട്. 24% പലിശ എന്ന് പറഞ്ഞാൽ ഹോം ലോണിന് അത്രയില്ല, വിദ്യാഭ്യാസ ലോണിന് അത്രയില്ല. ഇനി നമ്മുടെ കൂട്ടുകാരനോട് കടം മേടിച്ചാൽ പോലും അത്രയൊന്നും അധികം കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. നല്ല രീതിയിൽ തന്നെ പലിശ കൊടുത്തിട്ട് വേണം അത്തരത്തിൽ ഡ്യൂ നമ്മൾ വെച്ചാൽ നമ്മൾ അടയ്ക്കേണ്ടി വരിക. അതുകൊണ്ട് കൃത്യസമയത്ത് ബില്ല് കൃത്യമായിട്ട് അടയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് 30% മാത്രം ഉപയോഗിക്കുക. നമുക്ക് അടയ്ക്കാൻ പറ്റുന്നത് മാത്രം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ കൃത്യസമയത്ത് നമുക്ക് ബില്ല് അടയ്ക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഒന്നിലധികം ക്രെഡിറ്റ് കാർഡുകൾ ഉള്ളവർക്കും അല്ലെങ്കിൽ ഓർമ്മശക്തി ഇല്ലാത്തവർക്കും ഒക്കെ എപ്പോഴും ഡേറ്റ് മറന്നു പോകാറുണ്ട്. അങ്ങനെ മറന്നുപോയി കഴിഞ്ഞാൽ എക്സ്ട്രാ ചാർജസ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നതാണ്. അതുകൂടാതെ എന്തെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിൽ ഹിഡൻ ചാർജസ് ഒക്കെ ഉണ്ടാവുന്നതാണ്. ഈ സമയത്ത് നമുക്ക് ക്രെഡിറ്റ് ഉപയോഗിച്ച് ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാം. അതായത് മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡുകൾ മാനേജ് ചെയ്ത് ഹിഡൻ ചാർജസ് തിരിച്ചറിഞ്ഞ് കൃത്യസമയത്ത് ബില്ലുകൾ അടയ്ക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ക്രെഡിറ്റ്. ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ മാത്രമല്ല, DTH ആണെങ്കിലും TV ബില്ലാണെങ്കിലും മൊബൈൽ ബില്ലാണെങ്കിലും ഇലക്ട്രിസിറ്റി ആണെങ്കിലും ഒക്കെ കൃത്യസമയത്ത് തന്നെ ക്രെഡിറ്റ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ കൃത്യസമയത്ത് പേയ്മെൻറ്റ് നടത്തിയാൽ ക്രെഡിറ്റിൻ്റെ വക റിവാർഡായിട്ട് ക്രെഡിറ്റ് കോയിൻസും ക്യാഷ് ബാക്കും നമുക്ക് കിട്ടുന്നതാണ്. സൗജന്യമായിട്ട് ഉപയോഗിക്കാമെന്ന് മാത്രമല്ല, ഇത്തരത്തിൽ കിട്ടുന്ന ക്രെഡിറ്റ് കോയിൻസ് എല്ലാം ഉപയോഗിച്ച് നമുക്ക് ബ്രാൻഡ് വൗച്ചേഴ്സ് കിട്ടാനുള്ള ഒരു അവസരമുണ്ട്. ഇത്തരത്തിൽ കിട്ടുന്ന വൗച്ചേഴ്സ് ഉപയോഗിച്ച് 80% വരെ ഓഫറിൽ ക്രെഡിറ്റ് സ്റ്റോറിൽ നിന്ന് നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും പറ്റുന്നതാണ്. പറഞ്ഞു വന്നത്, സാമ്പത്തിക അച്ചടക്കത്തിനും ക്രെഡിറ്റ് കാർഡുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനും ക്രെഡിറ്റ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ലിങ്കും കാര്യങ്ങളുമെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട്. പറ്റുന്നവർക്കെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി നമുക്ക് 4ാമത്തെ കാര്യം നോക്കാം. അതാണ് കോൺഫിഡൻഷ്യൽ ഡീറ്റെയിൽസ്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ATM കാർഡിൻ്റെ മുകളിലുള്ളതുപോലുള്ള നമ്പറുകൾ ക്രെഡിറ്റ് കാർഡിൻ്റെ മുകളിൽ ഉണ്ടാവാറുണ്ട്. അത് ആർക്കും പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ആര് വിളിച്ചു ചോദിച്ചാലൊന്നും നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ക്രെഡിറ്റ് കാർഡ് ഉണ്ടെന്നുള്ള കാര്യം അധികം ആരോടും പറയാത്തതാണ് നല്ലത്. നിങ്ങൾക്ക് തന്നെ അറിയാലോ, കടം ചോദിക്കുന്നവരുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട്. നിരവധി സാധനങ്ങൾ നിങ്ങൾ പർച്ചേസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കൃത്യസമയത്ത് പണം കിട്ടാനും സാധ്യതയില്ല. എന്നാൽ എല്ലാവരോടും പറയേണ്ടെന്നല്ല, നമ്മൾ പണം ഉള്ളത് സഹായിക്കാൻ വേണ്ടിയൊക്കെ തന്നെയാണ്. നമുക്ക് അത്രയും വിശ്വാസമുള്ളവരോട് നമ്മുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡുള്ള വിവരം പറയാവുന്നതാണ്. അല്ലാത്ത പക്ഷം അത് സീക്രട്ടായിട്ട് വെക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം. കോൺഫിഡൻഷ്യൽ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ ഈ കാർഡിൻ്റെ വിവരങ്ങൾ സൂക്ഷിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ അവിടെയും ഇവിടെയും ഒന്നും പോയിട്ട് ഇത് സ്വൈപ്പ് ചെയ്യാൻ പാടില്ല. പുതിയൊരു തരം തട്ടിപ്പൊക്കെ ഉണ്ട്. ഹോം ഡെലിവറി എന്ന് പറഞ്ഞ് കാർഡ് ഉപയോഗിച്ച് നടത്തുന്ന തട്ടിപ്പുകൾ. നമ്മുടെ കാർഡ് അവർ ക്ലോൺ ചെയ്യും, നമ്മുടെ പിൻ അവർ നോക്കി വെക്കും, അതിനുശേഷം അക്കൗണ്ടിൽ നിന്ന് പണം തട്ടും. അതുകൊണ്ട് നമുക്ക് വിശ്വാസമുള്ള സ്ഥലത്ത് മാത്രമേ കാർഡുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. 5ാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ATM വഴി പണം എടുക്കാൻ പാടില്ല. ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് ATM മെഷീനുകൾ വഴി നമുക്ക് പണം എടുക്കാൻ പറ്റുന്നതാണ്, ടെക്നിക്കലി പോസിബിൾ ആണ്. പക്ഷേ അത്തരത്തിൽ എടുക്കുന്നത് വലിയ അപകടമാണ്. വാള് വീശി സ്വയം മുറിപ്പെടുത്തുന്നതിന് തുല്യമാണ്. വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം 250 മുതൽ 500 രൂപ വരെയാണ് ഇത്തരം ട്രാൻസാക്ഷന് ചാർജ് ചെയ്യുക. അല്ലെങ്കിൽ 2.5% വരെയൊക്കെ പലിശയും കാണാറുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 1000 രൂപ എടുക്കുകയാണെങ്കിൽ മിനിമം 250 രൂപ ചാർജായിട്ട് പിടിക്കും. 750 രൂപ മാത്രമാണ് നമുക്ക് കിട്ടുക. പലിശയിൽ എത്ര ഉണ്ടാവുമെന്ന് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഒറ്റ ദിവസം കൊണ്ടാണ് ഇത്രയും പോകുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ്. അതുകൂടാതെ 2.5% പലിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 30% വാർഷിക നിരക്കിൽ പലിശ വരുന്നത്. ബ്ലേഡുകാർക്ക് പോലും ഇത്ര പലിശ ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അതായത് അത്രയും വലിയ ചാർജാണ് ഇത്തരം ട്രാൻസാക്ഷനുകൾക്ക് ഈടാക്കുന്നത്. അതുകൊണ്ട് ഒരിക്കൽ പോലും ATMകൾ വഴി പണം എടുക്കാൻ പാടില്ല. ഇനി പണമായിട്ട് തന്നെ കയ്യിൽ വേണം എന്ന് അത്രയും നിർബന്ധമുള്ളവർക്ക് നമുക്കറിയുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരോട് പണം കയ്യിൽ മേടിക്കാമല്ലോ. നമ്മുടെ കാർഡ് ഉപയോഗിച്ച് ഒരു 15,000 രൂപയുടെ ഫോൺ മേടിച്ചു കൊടുക്കാം. എന്നിട്ട് അതിനുശേഷം ആ പണം അവരോട് കയ്യിൽ മേടിക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ പണം എത്തി. അതേസമയം ATMൽ നിന്ന് നമ്മൾ പണം പിൻവലിച്ചിട്ടുമില്ല. ഇത്തരം ബുദ്ധികളൊക്കെ സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ ഒരിക്കലും ATMൽ നിന്ന് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് പണം പിൻവലിക്കുന്ന രീതി സ്വീകരിക്കാതിരിക്കുക.
ആറാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഡേറ്റ് ഓഫ് പർച്ചേസ്. വലിയ കാര്യമൊന്നുമില്ല, എളുപ്പത്തിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറയാം. നമ്മുടെ കയ്യിൽ 2 കാർഡുകളുണ്ട്, 2 ക്രെഡിറ്റ് കാർഡുകളുണ്ട്. ഒന്ന് വെച്ച് നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബില്ല് അടുത്ത ആഴ്ച അടയ്ക്കണം. രണ്ടാമത്തെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ബില്ല് വരുന്നത് 25, 30, 40 ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഏത് ഉപയോഗിച്ചാണ് നമ്മൾ പർച്ചേസ് നടത്തേണ്ടത്? കൂടുതൽ സമയം നമ്മുടെ കയ്യിൽ പണം നിൽക്കുന്ന രീതിയിലുള്ള പർച്ചേസുകളാണ് നമ്മൾ നടത്തേണ്ടത്. അല്ലാതെ വളരെ പെട്ടെന്ന് നടക്കുന്ന പർച്ചേസുകൾ നടത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ അതിന് വേണ്ട പണം കണ്ടെത്തേണ്ട ആവശ്യം വരും. അതുകൊണ്ട് കൂടുതൽ സമയം പണം കയ്യിൽ നിൽക്കുന്ന രീതിയിലുള്ള പർച്ചേസുകൾ പ്ലാൻഡ് ആയിട്ട് നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത്തരം പർച്ചേസുകൾ നടത്തുമ്പോൾ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു പക്ഷേ നമുക്ക് പെട്ടെന്നൊരു അത്യാവശ്യം വന്നേക്കാം. അതായത് നമ്മളൊരു സാധനം, ഇലക്ട്രോണിക് സാധനം മേടിക്കുകയാണ്, അതിലും അത്യാവശ്യമായിരിക്കും ഒരു പക്ഷേ ഹോസ്പിറ്റൽ കേസ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ കുറച്ച് പണം മാറ്റി വെക്കണം. ഒരു 30% ഒക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അത് ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കാത്ത രീതിയിലുള്ളതാണ്. എന്നാൽ ഒരു 10-15% മാത്രം ഉപയോഗിച്ചാൽ ബാക്കി ഒരു 15% വീണ്ടും ഒരു അത്യാവശ്യത്തിന് വേണ്ടി നമുക്ക് നീക്കി വെക്കാൻ പറ്റും. അതുകൊണ്ട് ആ കാര്യം കൂടെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. ഏഴാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പർച്ചേസുകൾ എപ്പോഴും പ്ലാൻഡ് ആയിരിക്കണം. ഇത് ക്രെഡിറ്റ് കാർഡ് ഉള്ളവർ മാത്രമല്ല, പണം കയ്യിലുള്ളവരും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു പൊതുവെ ഫിനാൻഷ്യൽ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഉദാഹരണത്തിന് നമ്മളൊരു കടയിലേക്ക് കയറുകയാണ്, ഒരു സൂപ്പർ മാർക്കറ്റ് ആണെന്നിരിക്കട്ടെ. നമ്മളവിടെ ഒരുപാട് സാധനങ്ങൾ കാണും. ബൈ 1 get 1 ഓഫർ ഉണ്ടാവും. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാൽ എക്സ്ട്രാ ഓഫർ ഉണ്ടാവും. ഇനി അതും അല്ലെങ്കിൽ ഫാമിലി പാക്കിൽ ഒരു 15% എക്സ്ട്രാ ഉണ്ടാവും. പക്ഷേ ഈ സാധനം ഒന്നും നമുക്ക് അത്യാവശ്യമുള്ളതാവണമെന്നില്ല. അവിടെ സൂപ്പർ മാർക്കറ്റിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന രീതിയോ കാണാനുള്ള ഭംഗിയോ അവിടെ നമ്മൾ നടക്കുന്ന സമയത്ത് നമുക്ക് ഉള്ളിൽ തോന്നുന്ന ഒരു ആഗ്രഹമോ ഒക്കെ ആയിരിക്കാം ഇത്തരം പർച്ചേസുകളിലേക്ക് നയിക്കുന്നത്. അതായത് നമ്മൾ കടയിൽ പോകുമ്പോൾ അവിടെ കണ്ട് ഇഷ്ടപ്പെട്ട് പെട്ടെന്നൊരു സാധനം മേടിച്ചു എന്നതിലുപരിയായിട്ട് നമുക്ക് വേണ്ട സാധനം ഏതാണെന്ന് മനസ്സിൽ തിട്ടപ്പെടുത്തി മാത്രം ഒരു സ്ഥലത്തേക്ക് പോവാം. ഇപ്പോൾ ചില സമയത്ത് ബ്രഷും പേസ്റ്റും ഒക്കെ കാണും, വീട്ടിലില്ല എന്നുള്ള കാര്യം അപ്പോഴായിരിക്കും ഓർമ്മ വരിക. ആ സാധനങ്ങൾ മേടിക്കുന്നതിൽ തെറ്റില്ല. പരമാവധി ആദ്യം തന്നെ നമ്മൾ എന്താണ് മേടിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിൽ തിട്ടപ്പെടുത്തുക. അത് മേടിക്കാൻ വേണ്ടി മാത്രം കടയിലേക്ക് പോവുക, ആ സാധനം മേടിക്കുക, തിരിച്ചു വരിക. ട്രിപ്പിനൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ, അല്ലെങ്കിൽ സൺഡേ നമ്മൾ ഒന്ന് പുറത്തേക്ക് കുട്ടികളുമായിട്ടൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ നമുക്കൊരു പ്രത്യേക മാനസികാവസ്ഥയായിരിക്കും. കൂടുതൽ സാധനങ്ങൾ മേടിക്കാനും കൂടുതൽ കാശ് സ്പെൻഡ് ചെയ്യാനും ഒക്കെ തോന്നും. ഈ സമയത്ത് ക്രെഡിറ്റ് കാർഡുകൾ വീട്ടിൽ വെച്ച് പോകുന്നതാണ് നല്ലത്. കാരണം കടം മേടിച്ച് നമ്മൾ ആഘോഷിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ കയ്യിൽ സേവിങ്സ് ഉണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ പ്രോപ്പർ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ, അതിൽ നിന്ന് റിട്ടേൺസ് ഉണ്ടെങ്കിൽ നമ്മൾ ചിലവാക്കുന്നത് തെറ്റില്ല. കടം മേടിച്ച് ഇത്തരം കാര്യങ്ങളിൽ ചിലവാക്കുന്നത് ഒരു പക്ഷേ ഭാവിയിൽ ബാധ്യതകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത്, ഇത്തരം സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത്, ഇത്തരം മാനസികാവസ്ഥയിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ക്രെഡിറ്റ് കാർഡ് കൊണ്ട് പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. ഒരു ഉദാഹരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ചില ആളുകൾ വെള്ളമടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമായിരിക്കും. ആളുകൾക്കൊക്കെ പണം വാരി കോരി കൊടുക്കും.